ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളിന്ന് അൺബോക്സിംഗ് അല്ല, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പിക്സൽ 7 ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഒരു പിക്സൽ സീരീസ് ആണ് 7. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് പിക്സൽ 8 ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം, പിക്സൽ 8 എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ പ്രൈസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ വാല്യൂ ഫോർ മണി അല്ല. നമ്മുടെ പിക്സൽ 7 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീരെ ഡിഫറൻസ് സംഭവമൊന്നുമില്ല. ചെറുതായിട്ട് നമുക്ക് ആ ഡിസൈനിൽ വന്ന ചേഞ്ചസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഇപ്പൊ ടെൻസർ അതിന്റെ പ്രൊസസർ ആണ് നോക്കിക്കഴിഞ്ഞാൽ ടെൻസർ 2 ടെൻസർ 3 തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. 10% ഡിഫറൻസ് വരുന്നുള്ളൂ. ക്യാമറയ്ക്കും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പിക്സൽ 8 സീരീസിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്, ഭയങ്കര ഓവർ പ്രൈസ് തന്നെ പറയേണ്ടി വരും ആ പ്രൈസിന് വെച്ച സാധനം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പിക്സൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്സൽ 7 സീരീസ് തന്നെയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് പിക്സൽ 7 സീരീസ് തന്നെയാണ്. എൻ്റെ ആദ്യത്തെ പിക്സൽ ഫോണാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. എൻ്റെ ആക്ച്വലി സെക്കൻഡറി ഫോണാണ്. ഞാൻ ആക്ച്വലി സാംസങ് S23 ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റിപ്പോൾ അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ വൈഫും S23 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് എക്സ്ചേഞ്ച് ആയിട്ട് എടുത്തിട്ടാണ്. വൈഫ് ഉപയോഗിക്കുന്ന Oppo Reno സീരീസ് ആയിരുന്നു. അത് നമ്മൾ ഇതിലൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്തത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കായിരിക്കും പിക്സൽ ഫ്ലിപ്കാർട്ട് തുറന്ന് വിൽക്കുന്നത്, നമുക്ക് വേറെ അവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വേരിയന്റ് മാത്രമേ ഉള്ളൂ, 128GB വേരിയന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി 250GB വാങ്ങിക്കാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ പക്ഷേ നമുക്കിത് അവൈലബിൾ അല്ല. പിക്സൽ 8 സീരീസിന് ഇപ്പോൾ 250GB അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഭയങ്കര ഓവർ പ്രൈസിലാണ്. ഈ സാധനത്തിന് ഇപ്പോൾ പ്രൈസ് വരുന്നത് 47,000 രൂപയാണ്. നമുക്ക് ആക്ച്വലി എല്ലാം ഓഫറും അടക്കും, അതുപോലെ തന്നെ കാർഡ് ഡിസ്കൗണ്ടും ICICI ബാങ്കിന്റെ ഡിസ്കൗണ്ട് നമുക്ക് ഉണ്ട്. 5,000 സംതിങ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 34 സംതിങ് റേഞ്ചിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബില്ലും സംഭവങ്ങളൊക്കെ കൂടെ കൊടുക്കാം, സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഒന്നാമത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ ആവശ്യമില്ല, ലേറ്റസ്റ്റ് ഡിവൈസ് ഒന്നല്ലോ. പക്ഷെ നിങ്ങൾക്കൊരു ഞാനിപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതുപോലെ ക്യാഷ് ബാക്കും അതുപോലെ സംഭവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 35,000 രൂപയിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്യാമറ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ഇത് തന്നെയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും പിക്സലിൻ്റെ ക്യാമറാസ് അറിയായിരിക്കുമല്ലോ. ഞാൻ ആദ്യം പിക്സൽ 7 എടുക്കണോ പിക്സൽ 7 Pro എടുക്കണമെന്ന് വിചാരിച്ചാണ്. 7 Pro പക്ഷേ നോക്കുമ്പോൾ നമുക്കത് ആകെ ഒരു ടെലിഫോട്ടോ ലെൻസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സ്ക്രീൻ കർവ്ഡാണ്. എനിക്ക് സ്ക്രീൻ കർവുള്ള അത്ര ഇഷ്ടമല്ലെന്ന് വെച്ചാൽ നമുക്കതിൽ ടെമ്പർ ഗ്ലാസ് സംഭവം ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാണ്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൈമറി ഫോൺ ഉപയോഗിക്കുന്നത് iPhone 13 ആണ്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ 1.5 കൊല്ലം ആവാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് മാറ്റാനുള്ള ഉദ്ദേശമാണ്. iPhone 15 മാറ്റാനുള്ള ഉദ്ദേശമാണെങ്കിൽ അതിൽ ചെറിയ കംപ്ലൈൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് സ്ക്രീൻ അപ്ഡേറ്റിന് ശേഷം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു. നമുക്കിതിൽ ഓൾമോസ്റ്റ് 35,000 ഒക്കെ എക്സ്ചേഞ്ച് പ്രൈസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഡീലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ iPhone 15 ഇപ്പോൾ കുറച്ചൊക്കെ ദിവസം മുമ്പ് തന്നെ ഫ്ലിപ്കാർട്ടിൽ നല്ല ഡീൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ 72 സംതിങ് ആണ് iPhone 15 സെയിലാവുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പ്രൈസ് കുറയാൻ നോക്കിക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്തായാലും മാറ്റം വരുന്നത് വെച്ചാൽ ചെറിയ അപ്ഡേറ്റിന് ശേഷം ചെറിയായിട്ട് സ്ക്രീൻ പണിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ലേറ്റസ്റ്റ് 17.5.1 വീഡിയോ നമ്മുടെ പുതിയ ചാനൽ GHH എന്ന ചാനൽ പോയി കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതിൻ്റെ പ്രശ്നങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മളതിൽ പറയുന്നുണ്ടാ. അപ്പോൾ ഇത് പിക്സൽ 7 ബ്ലാക്ക് എഡിഷൻ ആണ്. 6.3 ഇഞ്ചാണ് അതിൻ്റെ സ്ക്രീൻ വരുന്നത്. 128GB ആണ്. ടെൻസർ 2 ആണ്. നിങ്ങൾക്ക് അറിയാം. അത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ എക്സിനോസ് പ്രൊസസർ പോലെയൊക്കെ തന്നെയാണ്. എന്താ വെച്ചാൽ സാംസങ്ങിൻ്റെ ആർക്കിടെക്ചറിൽ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ പിക്സലിൻ്റെ ഒപ്റ്റിമൈസേഷൻ വരുമ്പോഴാണ് അവിടെ ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ മാനുഫാക്ചർ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ May 2023 ഉണ്ട്. അപ്പോൾ പഴയ ബോക്സാണ്. അപ്പോൾ അതെനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തീരെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എന്താ വെച്ചാൽ അതിൽ മാത്രം സംഭവം അവൈലബിൾ ഉള്ളൂ. അപ്പോൾ വേറെ ഇഷ്യൊന്നുമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ MRP 60,000 രൂപയ്ക്ക് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. വലിയ കാര്യമായിട്ട് ബോക്സും ഒന്നുമില്ല. ബോക്സൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. ടീം പിക്സൽ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ പിക്സൽ 7 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല. അതിൻ്റെ മിനിമം കാണിക്കുന്നില്ല. MRP സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെന്താ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ അത് മാനുഫാക്ചർഡ് ബൈ ഗൂഗിൾ US എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൈനീസ് അല്ല. നോർമലി ഇത് മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ കാണാറുണ്ട് ഗൂഗിളിൻ്റെ. ഒന്നും കാണാനില്ല. ഞാനൊരു കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല കേസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് നമ്മൾ തൽക്കാലത്തേക്ക് ഇത് ചാർജ് ഉണ്ടാകുന്നില്ല. ഇത് ആദ്യമായിട്ട് ഞാനൊരു ഫോൺ തീരെ 0% ചാർജായിട്ട് കാണുന്നത്. പിക്സൽ തീരെ വരുന്നപ്പോൾ ചാർജ് ഓൺ ആവുന്നേ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ പേര് ഇപ്പോൾ വന്ന് ആൾക്ക് പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടൊക്കെ എടുത്തതെന്ന് വെച്ചാൽ സാധനം നോർമലി നിങ്ങൾക്ക് അറിയിക്കില്ല. ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ ഒന്നാമത് ഒരു ടൈപ്പാണ് ഫ്ലിപ്കാർട്ട്. അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടാനും പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം സാധനം 0% ചാർജ് ആയിട്ട് ഓൺ ആവുന്നേ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഫോൺ കാണണം. നോർമലി ഒരു 50% ചാർജ് ആയിട്ടാണ് എല്ലാ ഇലക്ട്രോണിക് ബഡ്സുകളും ഷിപ്പ് ചെയ്യുന്നത്. എന്താ സംഭവം എന്നറിയില്ല. സംഭവം പുതിയ തന്നെയൊക്കെയായിരുന്നു. സീല് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ സീല് പോരാത്തതിന് ഫ്ലിപ്കാർട്ടിൻ്റെ സീലും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയിരിക്കുമല്ലോ. ചാർജറും സംഭവങ്ങളൊന്നുമില്ല. ഈ ആപ്പിൾ കൊണ്ടുവന്ന മറ്റോടത്തെ പരിപാടിയാണ് ഈ ചാർജർ കൊടുത്ത് കളയൽ. അത് ഫോളോ ചെയ്യാൻ വേറെ ഒരെണ്ണമാരും. അപ്പോൾ ഇതിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ചെറിയ ബുക്ക്ലെറ്റ് സംഭവങ്ങളൊക്കെ ഗൂഗിളിൻ്റെ ഒരു ഇത്രയും ചെറിയ ബുക്ക്ലെറ്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കേബിൾ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോങ്കിളും ഉണ്ട്, ഒരു ടൈപ്പ് C to ടൈപ്പ് A. അതിങ്ങനെ തരുന്നുണ്ടല്ലോ ബാക്കി. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം, വേറെ ഒന്നുമില്ല ബോക്സിൽ. അപ്പോൾ ഇനീഷ്യൽ നമുക്കിതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും ഇല്ല കേട്ടോ. 20 വാട്ട് തന്നെ ഉള്ളൂ നമ്മുടെ ഐഫോണിൻ്റെ പോലെ തന്നെ. ഞാനിത് ആക്ച്വലി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹണിവെല്ലിൻ്റെ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ ഇട്ടുണ്ട്. ഹണിവെല്ലിൻ്റെ ഒരു 2-in-1 ചാർജറാണ്. നമുക്ക് PD ചാർജിങ്ങോ അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് 45 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജറാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടുണ്ട്, കാണാത്തപ്പോൾ കണ്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വന്നേക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇനീഷ്യൽ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ചേഞ്ച് പ്രോസസ്സ് ഞാൻ പറയാം. നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഇപ്പോൾ കുറച്ച് പ്രോസസ്സ് അത്യാവശ്യം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എക്സ്ചേഞ്ച് പ്രോസസ്സ്. ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ്, പക്ഷേ വന്ന ആൾക്ക് വീഡിയോ അത്രയ്ക്ക് പിടുത്തല്ലേ, വീഡിയോയിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കാഞ്ഞാണ്. നമ്മുടെ ഫോണിൽ ഫുള്ളി ചെയ്തിട്ട് ഒരു ആപ്പ് ഉണ്ട്, എന്താ പേര്, ഒരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ സ്ക്രാച്ച് സംഭവമൊക്കെ എൻ്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു കുത്തുപോലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വന്ന് പരിചയ ആളായതുകൊണ്ട് തന്നെ അയാളൊന്നും പറഞ്ഞില്ല. ആ കാണിച്ച എമൗണ്ട് തന്നെ നമുക്ക് തന്നു. നോർമലി ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ, ഇവര് നമുക്ക് ഒരു ചെറിയ കുത്ത് തപ്പിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എവിടെ എന്തെങ്കിലും ഇഷ്യൂ എന്ന് വെച്ചാൽ അവർ കമ്മീഷൻ കൊണ്ടൊക്കെയാണ് അതുമ്മേ. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിനും നിങ്ങൾക്കറിയാം, ഫ്ലിപ്കാർട്ടിനും ഇവിടെ നിങ്ങൾക്കറിയായിരിക്കും. ഇത് എന്തെങ്കിലും ഒരു ചെറിയ ഡ്രോപ്പ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആമസോണിൻ്റെ എക്സ്ചേഞ്ച് പിന്നെയും ഭയങ്കര ഈസിയാണ്. ഈ സാധനം 10-20 മിനിറ്റ് മിനിമം എടുക്കുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം പരിചയമായതുകൊണ്ട്, ഒരാളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് വേഗം സ്മൂത്തായിട്ട് പോയി. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ എക്സ്ചേഞ്ച് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവരുടെ ഉടായ്പ പരിപാടിയാണ് ഇത്. അവർ നമുക്ക് ഒന്നാമതേ കാണിക്കുന്നത് ഭയങ്കര എമൗണ്ട് കുറവാണ് കാണിക്കുന്നത്. അതും പോരാണ്ട് ഇവർ നല്ല എമൗണ്ടും കുറയ്ക്കും. അതുപോലെ തന്നെ ബോക്സും ചാർജർ ഇല്ലെങ്കിൽ പിന്നെയും കുറയ്ക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം എക്സ്ചേഞ്ച് ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, നിങ്ങളുടെ ഫോണിന് ഇപ്പോൾ അത്യാവശ്യം പഴയ ഫോൺ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെറുതായിട്ട് ഡെൻറ്റും സംഭവമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്ലിപ്കാർട്ടിൽ ചിലപ്പോൾ ഒരു 5000 രൂപ കാണിച്ചു ഇരിക്കുക. അത് വരുന്ന ആൾക്കാർ മിനിമം 3000 രൂപയ്ക്ക് കുറച്ചിരിക്കും. അത് വെച്ചാണ് അവരുടെ പരിപാടി. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ക്ലീൻ ആയിട്ടുള്ള സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഫ്ലിപ്കാർട്ടിൽ കൂടെ എക്സ്ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമാണ്, അല്ലെങ്കിൽ തന്നെ നഷ്ടമാണ്. അപ്പോൾ അത് കാണിക്കുന്ന എമൗണ്ട് പോലും കിട്ടില്ല. അപ്പോൾ വൻ നഷ്ടമാണ്. പ്രത്യേകിച്ച് ഇത് വർക്കിംഗ് ഫോണൊക്കെ ആണെങ്കിൽ പിന്നെ വൻ നഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് എക്സ്ചേഞ്ച് അതുകൊണ്ട് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വൻ ഉടായ്പിൻ്റെ പിന്നിലുണ്ട്. നല്ല എന്താ വെച്ചാൽ അവരുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ചേഞ്ച് കൊടുക്കും. അപ്പോൾ നോർമലി ആൾക്കാർ എക്സ്ചേഞ്ച് ഓഫർ വരുമ്പോൾ നമ്മുടെ പഴയ ഫോൺ മാറ്റിയിട്ട് പുതിയ ഫോൺ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുമല്ലോ. അപ്പോൾ ഇവർ വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവർ വന്നിട്ട് നോർമലി നമ്മുടെ ഈ പ്രൈസ് കുറയ്ക്കും. അപ്പോൾ അത് എന്താ ചെയ്യുക, നമുക്ക് നോർമലി പ്രൈസ് പറയുമ്പോൾ വിചാരിക്കും നമുക്ക് കുറക്കണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ നോർമലി നമ്മൾ എക്സ്ചേഞ്ച് ക്യാൻസൽ ചെയ്തിട്ട് ഫുൾ എമൗണ്ട് കൊടുക്കും. അപ്പോൾ അവരുടെ സെയിൽസ് കൂടും. അതാണ് അവരുടെ മറ്റൊരു എന്താ പറയുന്നതൊക്കെ പച്ചയ്ക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് പറ്റിക്കൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതാണ് അവരുടെ പരിപാടി. അവർ നമ്മളെ കൊണ്ട് എക്സ്ചേഞ്ച് ഓഫറിൽ ഫോൺ ഓർഡർ ചെയ്യിപ്പിക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ആ എക്സ്ചേഞ്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ഫുൾ എമൗണ്ട് ഓർഡർ ചെയ്യും. അതാണ് അവരുടെ പരിപാടി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോൾ 20% 30% നമുക്ക് ആ കാണിച്ച എമൗണ്ട് ഒരു കുറയ്ക്കാനുള്ള ശ്രമം നടക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമുക്ക് ആ വരുന്ന എക്സിക്യൂട്ടീവ് വന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് വന്ന് പരിചയ ആളായതുകൊണ്ട് തന്നെ, പിന്നെ അത്യാവശ്യം നല്ല ക്ലീൻ സെറ്റ് തന്നെയായിരുന്നു. എന്നാലും നമ്മൾ ചെറിയ ഡോട്ട് ഉണ്ടായിരുന്നു, ആളും കണ്ടു. അത് എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ടായി. പക്ഷേ അങ്ങനെ നോർമലി ആരും എടുക്കില്ല. അത് വേറെ കാര്യം, അത് ഒന്ന് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ നിങ്ങൾ എക്സ്ചേഞ്ച് പ്രോസസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ആമസോൺ തന്നെ റെക്കമെൻഡേഷൻ. ആമസോണിൽ ഈസിയാണ്, ഇതിനായിട്ടൊക്കെ ഭയങ്കര ഈസിയാണ്. വേഗം നടക്കും ചെയ്യും. ഇങ്ങനെ എന്താ പറയുക ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയാണ് വരും. അതുപോലത്തെ കംപ്ലൈൻറ്റ്സ് പരിപാടി ഉണ്ടോ നോക്കണം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതാണ് മെയിനായിട്ടൊക്കെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, Pixel 7 വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവർ പിക്സൽ ഷിപ്പ് ചെയ്യുന്ന മോഡല് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ മോഡലാണ് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബോക്സ് കണ്ടപ്പോഴേ തോന്നുന്നുണ്ടായിരിക്കും ചെറുതായിട്ട് ഒരു പഴകിയ ബോക്സ് പോലെ ഉണ്ട്. പക്ഷേ സാധനം ഫ്രഷ് പീസ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ പിക്സൽ പിന്നെ നിങ്ങൾക്ക് വേറെ രക്ഷയൊന്നുമില്ല. പക്ഷേ ഓവറോൾ നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇനീഷ്യലി തന്നെ ഇതിൽ iPhone 13 ആയിരുന്നു വന്നപ്പോൾ തന്നെ, ഇപ്പോൾ 14 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0% ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അപ്ഡേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. 2.5 GB Android 14 വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് 0 ചാർജും സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഒരു
ഇനീഷ്യൽ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. പക്ഷേ ക്യാമറ പെർഫോമൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ് വന്നിട്ട് നമ്മൾ സാധനം ഓർഡർ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഐഫോൺ എന്ന് പറഞ്ഞത് Pixel 7 Pro ആണ് ഞാൻ ആദ്യം എടുക്കാൻ നോക്കിയത്. ആദ്യം ഞാൻ ഒരു വർഷം ഓർഡറും കൂടി ചെയ്തതാണ്, പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തതാണ്. എന്താ വെച്ചാൽ അതിൽ പക്ഷേ ഡിഫറൻസ് വരുന്ന നമ്മുടെ കുറച്ച് വലുതാണ്. അതാണ് മെയിൻ കാരണം എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. വലുതിന് ഇപ്പോൾ അത്യാവശ്യം ചെറിയ ഡിവൈസുകൾ മാത്രമേ ഇഷ്ടമുള്ളൂ. വലുതാണ്, ചെറിയ കെറിവുള്ള സ്ക്രീനാണ്, പിന്നെ ആകെ ടെലിഫോട്ടോ ലെൻസിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെൻസർ സെയിമാണ്. അപ്പോൾ നമുക്ക് ഇത് ഓൾമോസ്റ്റ് 22,000 രൂപ കൂടുതലാണ് ഇതിനായിട്ടും. അപ്പോൾ ആ പ്രൈസിന് ശരിക്കും വാല്യൂ ഫോർ മണി തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും നിങ്ങളുടെ 2 ചാനലും മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് jmg.banksupport.in എന്നൊരു വെബ്സൈറ്റ് നമുക്ക് തുടങ്ങി. നമ്മളത് നിങ്ങൾക്ക് അതിൽ കൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ സുഖമായിട്ട് എടുക്കാട്ടോ. നമ്മുടെ റെഫറൽ ലിങ്ക് സംഭവമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി അപ്ലൈ ചെയ്യാണ്ടും ഈസി ആയിട്ട് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോസ് അല്ല, നമ്മുടെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ കാണാത്തൊരു പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത കാണാം. ബൈ.